പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. നാം ഷോഡശ സംസ്കാരത്തിലെ 12ാമത്തെ കാര്യമായ വിവാഹത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. കാരണം അഗ്നിയെ സാക്ഷിയാക്കി ആയിരക്കണക്കിന് അക്ഷികളെ, കണ്ണുകളെ സാക്ഷിയാക്കി ഒരു പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ താലി ചാർത്തിയാൽ അത് കേവലം ഒരു മഞ്ഞച്ചരട് ചാർത്തലല്ല ഭാരതീയന്. ഒരായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹത്തോടെ, വിശ്വാസത്തോടെ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ളതിന് ഒരു പുരുഷൻ സ്ത്രീക്കു നൽകുന്ന വാഗ്ദാനമാണ് താലി. അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് നമ്മുടെ യുവതീ യുവാക്കൾക്കിടയിൽ ഉണ്ടാവണം. 18 വയസ്സ് തികഞ്ഞ സ്ത്രീക്കും 21 വയസ്സ് തികഞ്ഞ പുരുഷനും വിവാഹം കഴിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 21 വയസ്സുള്ള ഒരു പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ ഇവർ രണ്ടു പേർക്കും വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള സങ്കല്പം എന്താണ്? എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുവാൻ മാത്രമാണോ? എങ്ങനെയാണ് ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമുക്ക് ജീവിക്കേണ്ടത് 100 വർഷം ഒന്നിച്ചാണ്. അഥവാ 80 വർഷമോ 60 വർഷമോ ഒക്കെ ഒന്നിച്ചു ജീവിക്കേണ്ടവരാണ് താലി ചാർത്തിയ പുരുഷനൊപ്പം സ്ത്രീ. എങ്കിൽ വിവാഹം എന്ന് പറയുന്ന സങ്കല്പം എങ്ങനെയാണ് ഈ ലോകത്തിന് മുന്നിൽ നാം കാണുന്നത്? ഇപ്പൊ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും വിവാഹ ബന്ധങ്ങൾ ശാശ്വതങ്ങളല്ല. നാം ഒരു 80-70 വർഷക്കാലമാണ് ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നത്. ഇത് പലരെയും അത്ഭുതപ്പെടുത്തും. എങ്ങനെ നിങ്ങൾ ഈ 70 വർഷം ഒന്നിച്ചു ജീവിച്ചു? ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ഒന്നിച്ചു ജീവിച്ചത് എങ്ങനെ എന്നൊക്കെ അത്ഭുതത്തോടുകൂടി ചിന്തിക്കുന്നുണ്ടാവാം പല വൈദേശികരും. എന്നാൽ ഭാരതത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു സംവിധാനമാണ് ഭാരതത്തിന്റെ കുടുംബ സങ്കല്പം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് 2 സമരങ്ങൾ ഓർമ്മയുണ്ടാവും. ഒന്നാമത്തെ സമരം താലി പൊട്ടിക്കലായിരുന്നു. രണ്ടാമത്തെ സമരം ചുംബന സമരമായിരുന്നു. ഈ 2 സമരങ്ങളും നാം മറന്നു പോകരുത്. എന്താണ് ഈ സമരത്തിന്റെ ലക്ഷ്യം? ഒന്ന്, താലി പൊട്ടിക്കുന്നു. താലി എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേവലം ഒരു മഞ്ഞച്ചരടല്ല. താലി പൊട്ടിച്ചുകൊണ്ട് പുരോഗമനവാദികളാണ് ഞങ്ങളെന്ന് പറയുന്ന ആ വിദ്യാർത്ഥിനികൾ പറഞ്ഞത്, പാറി നടക്കുന്ന പക്ഷികളൊന്നും വേളി കഴിക്കാറില്ലല്ലോ, കിളികൾ കല്യാണം കഴിക്കാറുണ്ടോ? കൂടെയുറങ്ങാൻ മേരേജ് ആക്ഷൻ, താലിയുമൊന്നും വേണ്ടല്ലോ, കല്യാണം കഴിക്കാതെ കൂടെ കിടന്നുകൂടെ, എന്തിനാണ് താലിയുടെ ഒരു സുരക്ഷിതത്വം? ഒത്തുകഴിഞ്ഞു മടുത്താൽ തമ്മിൽ ഗുഡ് ബൈ ചൊല്ലിപ്പിരിയാം, ലിവിങ് ടുഗദർ, നമുക്ക് ഒന്നിച്ചു ജീവിക്കാം, മടുത്താൽ വേർപിരിയാം. പിന്നെ എന്തിനാണ് താലി? അതുകൊണ്ട് താലി അടിമത്വത്തിന്റെ ചിഹ്നമാണ്. സ്ത്രീയെ തളച്ചിട്ടിരിക്കുന്ന അടിമത്വത്തിന്റെ പ്രതീകമായ താലിയെ കത്തിക്കുന്നു. തമിഴ്നാട്ടിൽ താലി പൊട്ടിക്കുന്നു. ഒരു സമരം. രണ്ടാമത്തെ സമരം ചുംബന സമരമായിരുന്നു. ഞങ്ങൾക്ക് ചുംബിക്കണം. എവിടുന്ന്? മാനാഞ്ചിറ സ്ക്വയറിൽ നിന്ന്, മറൈൻ ഡ്രൈവിൽ നിന്ന്, പുത്തരിക്കണ്ടം മൈതാനിയിൽ നിന്ന്. നിങ്ങളും ഞാനും എങ്ങനെയുണ്ടായി, നമുക്കെങ്ങനെ മക്കളുണ്ടായി എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇതൊന്നും പുത്തരിക്കണ്ടം മൈതാനിയിൽ വെച്ച് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. എവിടെയാണ് നമുക്ക് മക്കളുണ്ടായത്? അഗ്നിയെ സാക്ഷിയാക്കി, അക്ഷിയെ സാക്ഷിയാക്കി താലി കെട്ടിയ സ്ത്രീയിലാണ് നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നത്. അവരെയാണ് നാം മക്കൾ എന്ന് വിളിക്കുന്നത്. ചുംബന സമരം നമ്മുടെ കുടുംബ സങ്കല്പത്തെ തകർത്തു. ഞങ്ങൾക്ക് വിവാഹം കഴിക്കുവാനും ഒന്നിച്ചു ജീവിക്കുവാനും താലിയുടെ പരിശുദ്ധി ആവശ്യമില്ല എന്നും, ഒത്തുകഴിഞ്ഞുമെടുത്താൽ ഞങ്ങൾ വേർപിരിയുമെന്നും, എങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെയുമായി പോകും. നമുക്കുറപ്പുണ്ട്, നമ്മുടെ മുത്തശ്ശിയുടെ കിടപ്പറയിൽ മുത്തശ്ശനെ അല്ലാതെ നാം കണ്ടിട്ടില്ല. നമ്മുടെ അച്ഛന്റെ കിടപ്പറയിൽ അമ്മയല്ലാതെ കണ്ടിട്ടില്ല. നമ്മുടെ ഭാര്യയുടെ കിടപ്പറയിൽ നമ്മളല്ലാതെ കടന്നു ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിരപുരാതനമായ ഈ സംസ്കാരത്തിൽ അച്ഛനാര് എന്ന ചോദ്യത്തിന് നമ്മുടെയൊന്നും കുടുംബങ്ങളിൽ പ്രസക്തിയേയില്ല. എന്നാൽ
ആധുനികമായ ചുംബന സമരത്തിന്റെയും താലി കത്തിക്കലും താലി പൊട്ടിക്കലിന്റെയും സമരത്തിന്റെ ആളുകൾക്ക് അവരുടെ മക്കളുടെ അച്ഛനാര് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൽ ചർച്ചകളും DNA ടെസ്റ്റുകളും ആവശ്യമായി വരുന്നു. എന്തുകൊണ്ട്? ഈ നാടിന് ഒരു കുടുംബസങ്കല്പമുണ്ട്. ആ കുടുംബസങ്കല്പം ഗൃഹസ്ഥാശ്രമം എന്നാണ് ഞാൻ പറയുന്നത്. ഗൃഹം ആശ്രമമാണ്. ഈ ആശ്രമത്തിലേക്ക് കടക്കുന്നു ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ചു ചേർന്നുകൊണ്ട്. അതിൽ നിന്ന് സന്തതി പരമ്പരകൾ ഉണ്ടാവുന്നു. അത് കുടുംബമായി രൂപപ്പെടുന്നു. മക്കളെ ലാളിച്ചു വളർത്തുന്നു. അവരുടെ മലമൂത്ര വിസർജാദികൾ അച്ഛനമ്മമാര് കോരിയെടുക്കുന്നു. അവർ വളർന്നു വരുന്നു. അമ്മയും അച്ഛനും പ്രായമായി അവശരാകുമ്പോ ഇതേ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ മലവും മൂത്രവും കോരുന്നത് നാം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ ഭദ്രമാക്കുന്ന ഒരു മഹത്തായ സംസ്കാരം, ഒരു പാരമ്പര്യം എനിക്കുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് വിവാഹം എന്ന് പറയുന്നത്. 100 വർഷം മുന്നിൽ കണ്ടു വേണം വിവാഹത്തോട് ഒരു സ്ത്രീയും പുരുഷനും സമീപനം ചെലുത്തേണ്ടത്. ഒന്നാം ഘട്ടത്തിൽ പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും ആകർഷിക്കുന്നത് ബാഹ്യ സൗന്ദര്യമാണ്. ഈ ബാഹ്യ സൗന്ദര്യം കേവലം മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന അനുഭൂതി മാത്രമാകുന്നു. എന്നാൽ ശരീരങ്ങൾ തമ്മിലുള്ള സംയോജനം മാത്രമല്ല വിവാഹമെന്നും അതിനപ്പുറം രണ്ട് ശരീരവും ഒരു മനസ്സുമായി ജീവിക്കേണ്ട, ആത്മാവിനെ ഒന്നാക്കി തീർക്കുന്ന സഹധർമ്മിണി, ധാർമ്മിക കാര്യങ്ങളിൽ എൻ്റെ കൂടെ കിടന്നുകൊണ്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് ഒപ്പം മുന്നേറുവാൻ എൻ്റെ സഹധർമ്മിണിയാണ് നീ എന്ന ഭാവനയാണ് വിവാഹമെന്ന് നമുക്ക് ആദ്യമായിട്ട് വിവാഹത്തിൽ സങ്കല്പമുണ്ടാവണം. വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയണം, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന് പല കുറവുകളും ഉണ്ടായേക്കാം, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീക്ക് പല കുറവുകളും ഉണ്ടായേക്കാം. നാം ഒരാളെ സ്നേഹിക്കുന്നത് അവരുടെ സകല കുറവുകളെയും സ്നേഹിച്ചുകൊണ്ടാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന സകല ഗുണങ്ങളും നിന്നിലുണ്ടാവണം, അവനിലുണ്ടാവണമെന്ന് വാശി പിടിക്കുമ്പോൾ ആ ഗുണമില്ലായ്മ ജീവിതത്തിലെ പ്രശ്നങ്ങളായി രൂപാന്തരപ്പെടുമ്പോഴും, എന്നാൽ മനുഷ്യ സഹജമായ കുറവുകളെ മനുഷ്യ സഹജമായി ഉൾക്കൊള്ളുവാനുള്ള വിശാലമായ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന ഭാവത്തോടുകൂടി വിവാഹത്തെ സമീപിക്കുമ്പോൾ വിവാഹം സ്വർഗസമാനമായി മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ട വിവാഹം, ഇന്നലെ ഞാൻ പ്രണയ വിവാഹത്തിന്റെ പോസിറ്റീവും നെഗറ്റീവും സംസാരിച്ചു. പ്രണയ വിവാഹത്തിൽ പോസിറ്റീവ് ധാരാളമുണ്ട്, അതുപോലെ നെഗറ്റീവും ഉണ്ട്. 70% പ്രണയ വിവാഹങ്ങളും പരാജയപ്പെട്ടു പോകുന്നത് പ്രണയ സമയത്ത് കാണിക്കുന്ന പോസിറ്റീവ് വശങ്ങൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും കണ്ടുമുട്ടാൻ കഴിയുന്നില്ല എന്നും, അതുകൊണ്ട് തന്നെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ സങ്കല്പങ്ങളായി അവശേഷിക്കുകയും ജീവിത യാഥാർത്ഥ്യങ്ങൾ കൈക്കുന്ന ഓർമ്മകളും യാഥാർത്ഥ്യവുമായി മുന്നിൽ നിൽക്കുമ്പോൾ അത് കുടുംബ ബന്ധത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ സാമാന്യേന നാം കഴിക്കുന്ന വിവാഹം അറേഞ്ച് മാരേജ്, ബ്രാഹ്മ്യം എന്ന പേരിലാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഭാരതത്തിൽ എനിക്ക് പരിചയമില്ലാത്ത, മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെ കുറിച്ച് ആരെങ്കിലും എന്നോട് പറയുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് ആദ്യമായിട്ട് ആ പെൺകുട്ടിയെ കാണുന്നു. അത് കാണുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് ഏറെക്കുറെ നമ്മുടെ രാഷ്ട്രത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ തന്നെയാണ്. പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് തന്നെയാണ് നാം പെൺകുട്ടിയെ കാണുന്നത്. കാണുമ്പോൾ നമ്മുടെ പ്രായം, നമ്മുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ്, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നോക്കുന്നുണ്ട്. ജാതി ഒക്കെ ആദ്യം കണക്ക് കൂട്ടിയിട്ടാണ് നാം പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുന്നത്. കണ്ടു കഴിഞ്ഞു, പ്രഥമ ദൃഷ്ട്യ സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെടണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നീട് നമ്മൾ പറയാറുണ്ട്, ആദ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി എന്ന്. അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ ഇഷ്ടപ്പെട്ടു, എല്ലാ അർത്ഥത്തിലും മാനസികമായിട്ട് പൊരുത്തമുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യനെ മനസ്സിലാക്കുവാൻ, ഇപ്പൊ ഒരു തേങ്ങ വിളഞ്ഞോ എന്ന് നോക്കുവാൻ നമ്മൾ കുലുക്കി നോക്കിയാൽ മതി, ചക്ക മൂത്തോ എന്ന് നോക്കുവാൻ തുളച്ചു നോക്കിയാൽ മതി. ആദ്യമായി കാണുന്ന പെൺകുട്ടി നല്ലതാണോ, ആദ്യമായി കാണുന്ന പുരുഷൻ നല്ലതാണോ എന്ന് മനസ്സിലാക്കുവാൻ ഒരു വഴിയും നമ്മുടെ കയ്യിലില്ല. ജീവിതം കൊണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ.
ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കാമെന്ന് മാത്രം. മദ്യപാനിയാണോ, മയക്കുമരുന്നുണ്ടോ, മറ്റെന്തെങ്കിലും ദൂഷ്യമുണ്ടോ എന്നൊക്കെയുള്ളത് അന്വേഷിച്ചെടുക്കാമെന്നല്ലാതെ ഒരു മനുഷ്യന്റെ ആന്തരികമായ വ്യക്തിത്വം എങ്ങനെയെന്ന് അളന്നെടുക്കുവാനുള്ള ഒരു മെഷീനും സംവിധാനവും നാം കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ആദ്യ ദൃഷ്ടിയിൽ ഇഷ്ടപ്പെട്ടു. പുരുഷന്റെയും സ്ത്രീയുടെയും വീട്ടുകാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് സ്ത്രീയുടെ വീട്ടിൽ നിന്നും ഒരു ടീം പുരുഷന്റെ വീട്ടിലെത്തുകയാണ്. ആ എത്തി അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളും മാതാപിതാക്കളെയും ഒക്കെ ഇഷ്ടപ്പെട്ടു. അതിൽ അമ്മയെക്കുറിച്ച് അന്വേഷിക്കും. സാധാരണ കയറി ചെല്ലാൻ പോകുന്ന പെൺകുട്ടിക്ക് ഏറ്റവും ആശ്രയം കൊടുക്കേണ്ടത് അമ്മയാണ്. അമ്മയെ സ്വന്തം, ഭർത്താവിന്റെ അമ്മയെ സ്വന്തം അമ്മയായി കാണുവാനും മകന്റെ ഭാര്യയല്ല ഇത് മകളായി കാണുവാനുമുള്ള മനസ്സ് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ആ കുടുംബം ശാന്തം, സുന്ദരം, സ്വർഗ സമാനം. എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് മാത്രമേ മകൾ മനസ്സിലാക്കുള്ളൂ. ഇതെന്റെ മകളാണ്, വഴക്ക് പറയുവാനുള്ള അവകാശം എനിക്കുണ്ട്, അത്രയേറെ പതിമടങ്ങ് സ്നേഹിക്കുവാനും ഈ ഭാവം. മറിച്ച് എൻ്റെ ഭർത്താവിന്റെ അമ്മയാണ് എന്ന ഭാവത്തിലേക്ക് വരുമ്പോൾ, താഴുമ്പോൾ തീർച്ചയായിട്ടും അസ്വസ്ഥതകൾ ധാരാളം ഉണ്ടാവും എന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, വിവാഹം നിശ്ചയിച്ചു. ഉദാഹരണത്തിന് വിവാഹം കണ്ടതും ഇഷ്ടപ്പെട്ടതും വിവാഹം നിശ്ചയിച്ചതും ജനുവരി 1 കരുതുക. വിവാഹം നടക്കാനുള്ള ഡേറ്റ് മാർച്ച് 30. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 90 ദിവസം നമുക്ക് ഏറെക്കുറെ മുന്നിലുണ്ട്. ഈ 90 ദിവസം എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത്? പുരുഷനും സ്ത്രീയും പരസ്പരം ഫോണിൽ വിളിക്കുന്നു. ഈ ഫോണിൽ വിളിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഫോൺ മേടിച്ചു കൊടുക്കുവാനോ അത് വാങ്ങുവാനോ ഒരു കാരണവശാലും വകുപ്പില്ല. കാരണം പരപുരുഷനാണ്. നിങ്ങൾ കല്യാണം നിശ്ചയിച്ചു എന്നതുകൊണ്ട് ഭർത്താവില്ല. താലികെട്ടി കന്യാദാനം നിർവഹിച്ച് സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തുന്നവനാണ് ഭർത്താവ്. കല്യാണം നിശ്ചയിച്ചവന്റെ കയ്യിൽ നിന്നും ഫോൺ മേടിക്കുവാനും സമ്മാനങ്ങൾ മേടിക്കുവാനും ഭാരതത്തിന്റെ ഷോഡശ സംസ്കാരം അനുവദിക്കുന്നില്ല. താലി ചാർത്തിയ സ്ത്രീക്കാണ് സമ്മാനങ്ങളും ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കേണ്ടത്. അതുവരെ അച്ഛനാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യേണ്ടത്. ഫോൺ കൊടുത്തു, ഫോൺ മേടിച്ചു, സ്ത്രീ ഫോൺ മേടിച്ചു, പുരുഷൻ ഫോൺ കൊടുത്തു. അങ്ങനെ ഫോൺ കൊടുത്തത് കൊണ്ട് ഇല്ലാതായി പോയ ധാരാളം വിവാഹങ്ങളുണ്ട്. വാക്കുകൾ സരസ്വതിയാണ് നമ്മൾ പറയും. പറഞ്ഞു പറഞ്ഞ് കാട് കയറി തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിൽ ഒരുപാട് പുരുഷന്മാരുടെ പ്രശ്നത്തിൽ നമ്മൾ സമൂഹത്തിൽ ഇടപെടാറുണ്ട്. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ 1,00,000 മേലെ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ഒരു യുവാവ്. അവന്റെ ജീവിത ശൈലിയും അവന്റെ കൂട്ടുകാരും എല്ലാം തന്നെ ഒരു പ്രത്യേക, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി. അവർ ഈ ആധ്യാത്മികത അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരം എന്നൊക്കെ കേട്ട അവർക്ക് പുച്ഛാണ്. ഹിന്ദുവാണ്, അവർക്കൊരു പുച്ഛാണ്. അവരുടെ ജീവിത ശൈലി തന്നെ വ്യത്യസ്തമാണ്. എന്നാൽ അറേഞ്ച് മാരേജ് ചെയ്തിരിക്കുന്ന, കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി നല്ല വിശ്വാസിയായ ഒരു കുടുംബത്തിൽ നിന്ന് വളരെ പക്വതയോടുകൂടി മാതാപിതാക്കൾ വളർത്തിയ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കൃത്യമായിട്ടുണ്ട്. അവൾക്ക് വളർന്നു വന്ന മാന്യമായ ഒരു ക്ഷേത്ര സംസ്കാരമൊക്കെ ഉണ്ട്. കല്യാണം നിശ്ചയിച്ചു, കാണാൻ രണ്ടുപേരും കൊള്ളാവുന്നവരാണ്. ഫോൺ വിളി തുടങ്ങി. ഫോൺ വിളി തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ ആ കല്യാണം നിന്നുപോയി. മീൻസ് ഫോൺ തിരിച്ചു കൊടുത്തു, ആ കല്യാണം ഉപേക്ഷിക്കപ്പെട്ടു. എന്തായിരുന്നു കാരണം എന്നറിയണ്ടേ? കാരണം ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങിയതും പുരുഷൻ അവന്റെ ചില വീരവാദങ്ങൾ പറഞ്ഞു. അവൻ ഒരിക്കൽ സൂചിപ്പിച്ചു അവളോട്, എനിക്കിടക്കിടെ മദ്യപിക്കണം, നീ ബീറ് കുടിക്കുന്നതിൽ എനിക്ക് വൈമനസ്യൊന്നുമില്ല. നോക്കൂ, കല്യാണം കഴിക്കുന്ന പെൺകുട്ടി മദ്യപിക്കുന്നതിൽ ഞാൻ വലിയൊരു തെറ്റൊന്നും കാണുന്നില്ലെന്ന് പുരോഗമനവാദി പറഞ്ഞപ്പോ നീ നിന്റെ കാര്യം നോക്കി പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധം, വിവാഹം നിശ്ചയിച്ച ആ ബന്ധം അവിടെ വെച്ച് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ വാക്കുകൾ അയാൾക്ക് പാരയായി മാറി. അധികം സംസാരിക്കുന്നത് വിവാഹത്തിന് മുമ്പ് നല്ലതല്ല. അനാവശ്യമായ സ്വപ്നങ്ങൾ നൽകുന്നത് വിവാഹത്തിന് മുമ്പ് നല്ലതല്ല.
അനാവശ്യമായ സങ്കല്പങ്ങളെ മനസ്സിൽ കുത്തി നിറച്ച് ജീവിത യാഥാർത്ഥ്യവുമായിട്ട് അതിന് ബന്ധമില്ലെന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കാൻ വിവാഹം നിശ്ചയിച്ച സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ധാരണ ഉണ്ടാവണം, കുടുംബം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയെ പുരുഷനൊപ്പം അയക്കരുത്. കാരണം പുരുഷൻ പരപുരുഷനാണ്. എന്താണ് നിങ്ങളുടെ മകളുമായിട്ടുള്ള ബന്ധം? വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. വിവാഹം നിശ്ചയിച്ചാൽ ഭർത്താവാകുമോ? ഭർത്താവാകില്ല. അത് പ്രതിശ്രുത വരൻ മാത്രമാണ്. പ്രതിശ്രുത വരൻ കഴുത്തിൽ താലി ചാർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നിച്ചുള്ള യാത്രയും ഒന്നിച്ചുള്ള ഭക്ഷണവും ഒന്നിച്ചുള്ള സമ്പർക്കവും ഭാരതത്തിന്റെ ധർമ്മശാസ്ത്രം വിധിക്കുന്നില്ല. ഒരു കാരണവശാലും വിവാഹം നിശ്ചയിച്ച സ്ത്രീ പുരുഷന്മാർ സമാഗമിക്കുകയോ ഒന്നിച്ച് യാത്ര ചെയ്യുകയോ സിനിമക്ക് പോവുകയോ അറ്റ്ലീസ്റ്റ് വിരൽ തുമ്പിൽ പോലും തൊടുവാനുള്ള സ്വാതന്ത്ര്യം വിവാഹത്തിന് മുമ്പില്ല എന്നറിയുക. അതും അപകടകരമാണ്. അങ്ങനെ കല്യാണം നിശ്ചയിച്ചിട്ട് കൂടെ പോയിട്ട് ഒരുപാട് തെറ്റിലേക്ക് വഴുതിപ്പോയ ധാരാളം സ്ത്രീ പുരുഷന്മാരെ നമുക്ക് കാണാം. അതിന്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോയ ധാരാളം കേസുകളുണ്ട്. വിവാഹത്തിന് ശേഷം അത് വലിയ പ്രശ്നമായി കഴിഞ്ഞ കേസുകളുമുണ്ട്. അതുകൊണ്ട് വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ 2-3 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് കൂടുതൽ അറിയാം എന്നതിലുപരി സാമീപ്യവും സമ്പർക്കവും ഒന്നിച്ചുള്ള യാത്രയും എല്ലാം തന്നെ ഷോഡശ സംസ്കാരത്തിന് വിരുദ്ധമാണ്. മാത്രമല്ല സാമാന്യ ബുദ്ധിക്കും അത് നല്ലതാണ്. അത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നറിയുക. കാരണം ജീവിതത്തിൽ വരാൻ പോകുന്ന പുരുഷൻ ഏതൊരാളായിക്കോട്ടെ, നാം കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. എന്നാൽ വിവാഹത്തിന് മുമ്പ് അവരുമായിട്ടുള്ള യാത്രയും ചങ്ങാത്തവും ഒന്നും തന്നെ നമുക്ക് പോസിറ്റീവായിട്ടൊരു ബന്ധത്തെ നൽകില്ല. പലപ്പോഴും പല മതിപ്പുകളും ഇല്ലാതായി പോകും. എന്നാൽ ജീവിതത്തിലേക്ക് വന്നാൽ പലതും നാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. അപ്പം വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹൈന്ദവ വിവാഹങ്ങളിലെ ഒരുപാട് ശിഥിലമായ അവസ്ഥയുണ്ട്. ഈ അവസ്ഥ മാറ്റുവാൻ ബോധപൂർവമായ ഇടപെടൽ ഓരോ സമാജത്തിലും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ബ്രാഹ്മ്യം എന്ന് പറയുന്ന അറേഞ്ച് മാരേജ്, അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിച്ചത്. ഇന്നലെ പ്രണയ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. 6 തരം വിവാഹങ്ങൾ കൂടിയുണ്ട്. അതൊന്നും രാക്ഷസീയം എന്നൊക്കെ പറയുന്ന വിവാഹ രീതികളുണ്ട്. അതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നത്, ഫലമായി കല്യാണം കഴിക്കുന്നത്, ഇങ്ങനെ ധാരാളം പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ കല്യാണം കഴിക്കുന്നത്, ഇങ്ങനെ ധാരാളം വിവാഹങ്ങളുണ്ട്. എന്നാൽ ഇന്ന് കണ്ടുവരുന്ന സ്വാഭാവികമായ വിവാഹത്തെക്കുറിച്ചും അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് സമഗ്രമായി സംസാരിക്കുവാനുള്ളത്. ബാക്കി വിഷയം, നമുക്ക് വിവാഹം 2 ദിവസം വേണം. തീർച്ചയായിട്ടും വരുന്ന ശനി, ഞായർ, തിങ്കൾ കൊണ്ട് നമുക്ക് വിവാഹം എന്ന വിഷയം അവസാനിപ്പിക്കാം. പിന്നീട് 2 ദിവസം കൊണ്ട് ഷോഡശ സംസാരം അവസാനിപ്പിച്ച് നമുക്ക് രാമായണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.